എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 20 ഇന്ന് ആരംഭിക്കുന്നു. 20-ാമത്തെ അധ്യായത്തില് ഗോപന്മാരോടും ബലരാമനോടും ചേർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാട്ടില് ചെന്ന് കളിച്ചതും, പിന്നെ മഴക്കാലം വന്നപ്പോ അതിന്റെ ശോഭ, ശരൽക്കാലത്തിന്റെ ശോഭ, ഇത് രണ്ടും വർണ്ണിക്കണം. അതിമനോഹരമായിട്ടുള്ള വർണ്ണനയാണ് ശരൽക്കാലത്തിന്റെ മഴക്കാലത്തിനെ കൂടി. എന്താ അതിനെ പറ്റി പറയാം? അത്രയും മനോഹരമായ വർണ്ണന പ്രകൃതിയില് മനസ്സിലാക്കാവുന്ന ഉദാഹരണങ്ങളോട് കൂടിയിട്ടാണ് ധരിച്ചു പറയണത്. നീലമേഘങ്ങളാൽ നിറയപ്പെട്ട ആകാശം ശ്രീകൃഷ്ണ ഭഗവാന്റെ ദേഹം പോലെ ശോഭിച്ചു. മഴക്കാറുകൾ തന്നിൽ സംഭരിച്ചു വെച്ചതായ വെള്ളത്തെ ഉദാരമതികളായ സജ്ജനങ്ങൾ തന്നിലുള്ളതെല്ലാം അന്യന്മാർക്ക് കൊടുക്കുന്നത് പോലെ വർഷിച്ചു. ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ ജ്യോതിർഗോളങ്ങൾക്ക് പകരം മിന്നാമിനുങ്ങുകൾ പ്രകാശിച്ചു. കലികാലത്തിൽ വേദപുരാണാദികൾക്ക് പ്രചാരമില്ലാതെ ആ സ്ഥാനത്ത് പാഷണ്ഡമതം പ്രചരിക്കുന്നത് പോലെ. അങ്ങനെ ഓരോന്ന് ഉദാഹരണം പറയുന്ന അതിമനോഹരമായിട്ടുള്ള അത്ഭുതം. മനോഹരം എന്ന് മാത്രമല്ല, അധികം പണ്ഡിതോചിതമായിട്ടുള്ളത്. അത്ഭുതം തന്നെ ഇങ്ങനത്തെ ഒരു വർണ്ണന. പക്വത വരാത്ത യോഗികളുടെ മനസ്സുപോലെ വർഷാധിക്യത്താൽ ക്ഷുദ്രനദികൾ ക്ഷോഭിച്ചു. അഹങ്കാരം ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നത് പോലെ മഴക്കാറുകൾ ചന്ദ്രനെ മറച്ചു. പുല്ലുകൾ ധാരാളം മുളച്ചു പടരുക കാരണം വഴികൾ അറിയാതെയായി. അഭ്യാസമില്ലാത്ത വേദമന്ത്രങ്ങൾ എന്നതുപോലെ. പ്രാരബ്ധങ്ങളാൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഗൃഹനാഥൻ ഭക്തസമാഗമത്താൽ സന്തോഷിക്കുന്നത് പോലെ മേഘങ്ങളെ കണ്ട് മയിലുകൾ സന്തോഷിച്ച് നൃത്തം വെച്ചു. തോടുകളിൽ വെള്ളം പൊങ്ങുകയാൽ വക്കത്തുള്ള മടയിൽ വെള്ളം കയറി അതിൽ താമസിക്കുന്ന കൊളക്കോഴികളുടെ മുട്ടകള് ചീഞ്ഞുപോയി. മഴവെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. എത്ര പ്രാവശ്യം ഇങ്ങനെ ആപത്ത് വന്നാലും ആ പക്ഷി പിന്നെയും തോട്ടുവക്കത്തു നിന്നും പോവില്ല. ഇതുപോലെ എന്തു തന്നെ ആപത്ത് വന്നാലും മനുഷ്യൻ ഈശ്വരനെ സ്മരിക്കാതെ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടുന്നു. ഇങ്ങനെയുള്ള വർഷക്കാലത്തും ഭഗവാന്റെ ലീലകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല പറയണു. പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോ അവര് എല്ലാവരും ഗോവർദ്ധനത്തിന്റെ ഗുഹകളിലും മരത്തിന്റെ ചുവട്ടിലും മറ്റിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. ക്രമേണ വർഷം കഴിഞ്ഞ് ശരൽക്കാലം തുടങ്ങി. അതും ഉദാഹരണ സഹിതമാണ് പറയണത്, വർണ്ണിക്കണത്. ഈശ്വരഭജനം ചെയ്താൽ മനസ്സ് തെളിയുന്നത് പോലെ വെള്ളം കയറുമ്പോൾ പുഴയിൽ നിന്നും ചെറിയ മത്സ്യങ്ങൾ കുണ്ടുകളിൽ കടന്നുകൂടി വർഷം കഴിഞ്ഞ് വെള്ളം ഇറങ്ങുന്നത് അറിഞ്ഞില്ല. ക്രമേണ വെള്ളം താനെ വറ്റി മത്സ്യങ്ങള് ചത്തുപോണു. ഇതുപോലെ ഗൃഹകൂപത്തിൽപ്പെട്ട വിഷയികൾ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അറിയുന്നില്ല. ഗോപന്മാരോടും പശുക്കളോടും കൂടി ഭഗവാൻ വൃന്ദാവന ഭൂമിയിൽ ശോഭിച്ചതുപോലെ നക്ഷത്രങ്ങളോടുകൂടി ചന്ദ്രൻ ആകാശത്തിൽ ശോഭിച്ചു. ഇങ്ങനെയാണ് ആ അധ്യായത്തിന്റെ വർണ്ണന. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ വിംശോऽധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം ആരംഭിക്കുന്നു. ശ്രീശുക ഉവാച. തയോസ്തദത്ഭുതം കർമ്മ ദാവാഗ്നേർമോക്ഷമാത്മന ഗോപാഃ സ്ത്രീഭ്യഃ സമാചഖ്യു പ്രലംബവധം ഏവച. ഗോപന്മാര് അവരവരുടെ ഗൃഹങ്ങളിൽ ചെന്ന ശേഷം ആ കാട്ടുതീയില് തങ്ങൾ അകപ്പെട്ടതും ശ്രീകൃഷ്ണൻ അതിൽ നിന്ന്
തങ്ങളെ രക്ഷിച്ചതും ഒക്കെ അങ്ങനെ വിസ്തരിച്ച് അത്ഭുതത്തോടു കൂടി ഇങ്ങനെ വളരെ ആവേശത്തോടു കൂടി പറയാണ്. പിന്നെതാ ആ പ്രലംബാസുരൻ, നമ്മുടെ രാമൻ എന്താ ശക്തി! ആ പ്രലംബാസുരനെ പൊക്കിക്കൊണ്ടു പോയിട്ട് ആ കഴുത്തിൽ പിടിച്ച് ഇടി കൊടുത്തതും ഹനിച്ചതും ഒക്കെ അങ്ങനെ വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കാണ്. അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരവരുടെ സ്ത്രീകളോടും കൃഷ്ണമാതാവായ യശോദയോടും രാമമാതാവായ രോഹിണിയോടും അങ്ങനെ ഓരോരുത്തരോടും വിസ്തരിച്ച് വിസ്തരിച്ച് പറയാ കുട്ടികള് ഓരോരുത്തരും ഉത്സാഹത്തോട് കൂടിയിട്ട്. ഗോപവൃദ്ധാശ്ച ഗോപ്യശ്ച തദുപാകർണ്യ വിസ്മിതാ മേനിരേ ദേവപ്രവരൗ കൃഷ്ണരാമോ വ്രജം ഗതൗ. ആ വൃദ്ധരായിട്ടുള്ള ഗോപന്മാരും ഗോപികളും ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോ അത്യാശ്ചര്യകരങ്ങളായ ആ കഥ കേട്ടപ്പോ എന്തൊരു അത്ഭുതം, എന്തൊരു അത്ഭുതം! വിസ്മയത്തോടെ ഇങ്ങനെയുള്ള അമാനുഷ കർമ്മങ്ങൾ പ്രവർത്തിച്ച കൃഷ്ണനും രാമനും എനിക്കിത് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു, ഇവര് കേവലം മനുഷ്യരൊന്നും അല്ല. കുറെ കാലമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ അവരും പറയാം, രണ്ടുപേരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, നമ്മുടെ ഭാഗ്യം കൊണ്ടല്ലേ നമ്മളെ ഇങ്ങനെ സർവ്വ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഈ ഗോകുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് ഈ ഭഗവാന്മാര്. അതുകൊണ്ട് സർവോത്കൃഷ്ടമായിരിക്കുന്ന സ്നേഹവിശേഷം അവർക്ക് കൃഷ്ണരാമന്മാരിലുണ്ടായി. അവർക്ക് ഇങ്ങനെ സ്നേഹം വർദ്ധിച്ചു വരികയാണ്. നമ്മളുടെ ഈശ്വരന്മാരായിട്ട് വന്നിരിക്കണേ നമ്മളുടെ അടുത്തേക്ക്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമുക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി. നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവര് കൂടുതൽ സ്നേഹം തോന്നുകയാണ് രാമനോടും കൃഷ്ണനോടും അവർക്ക്. അപ്പൊ ഇതിന് തന്നെയല്ലേ ഭക്തി എന്ന് പറയണത് അല്ലെ? അന്ധവിശ്വാസമല്ല, മാഹാത്മ്യമറിഞ്ഞ് സർവാധിക പ്രേമം ഭഗവാനെ സമർപ്പിക്കുന്നതായ ഭക്തി ആണിത്. ഭഗവത് ഭക്തന്മാരായ ഗോപന്മാർക്ക് നേരിടുന്ന സർവ്വ അനർത്ഥങ്ങളും തീർത്ത് ഭഗവാൻ അവരെ രക്ഷിച്ചതിന്റെ കാരണം അവരുടെ ആ ചിത്തശുദ്ധിയും സ്വതസിദ്ധമായ വിഷ്ണു ഭക്തിയും തന്നെ. ഭഗവാന്മാരാണെന്ന് വിചാരിച്ചിട്ട് അവരെ സ്നേഹിച്ച് അതുപോലെ അവരുടെ ഹിതമറിഞ്ഞ് ഒരു വാക്കും അവരോട് എതിര് പറയാതെ അവര് പറഞ്ഞതെല്ലാം അനുസരിച്ച് അവര് ഭക്തിപൂർവം ചിത്തശുദ്ധിയോടുകൂടി സത്യസന്ധമായിട്ട് അവരെ സേവിച്ചു. അത് തന്നെയല്ലേ ഭഗവത് ഭക്തി. പിന്നെ അവരെ ഭഗവാൻ രക്ഷിക്കാതിരിക്കൂ? തതപ്രാവർത്തത പ്രാവിട് സർവസത്വസമുത്ഭവ വിദ്യോതമാന പരിധി വിസ്ഫൂർജിത നഭസ്ഥല. അപ്പൊ ഇതിനു മുമ്പ് ഗ്രീഷ്മകാല ക്രീഡ വളരെ വിസ്തരിച്ച് വർണ്ണിച്ചു അല്ലെ? ഗ്രീഷ്മകാലത്തിൽ എങ്ങനെയാ ഭഗവാൻ കളിച്ചത്. അതിനുശേഷം വർഷകാലം വന്നു. അപ്പൊ ആ വർഷകാലത്തിൽ എങ്ങനെയാ രാമകൃഷ്ണന്മാരും ഗോപന്മാരും കളിച്ചത് അതിനെ വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ്. 22 ശ്ലോകം കൊണ്ടാണ് ആ മഴക്കാലത്തിലുള്ള ശോഭാവിശേഷം വർണ്ണിക്കുന്നത്. ഗ്രീഷ്മകാലം കഴിഞ്ഞ ശേഷം വർഷകാലം ആരംഭിച്ചു. എല്ലാവിധ സസ്യങ്ങളും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ജലവും ഉണ്ടാകുന്നത് ഈ കാലത്ത് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് സകല പ്രാണിവർഗവും സംഭവിക്കുന്ന കാലവും ഇത് തന്നെ അല്ലെ? അവരുടെയൊക്കെ ഉത്ഭവം ഈ സമയത്താണ്. സൂര്യചന്ദ്രന്മാരുടെ ചുറ്റും കാണപ്പെടുന്ന പരിവേഷത്താൽ ആകാശം ശോഭിച്ചുകൊണ്ടും വാർഷിക മേഘവ്യാപ്തിയാലും അതിനിമിത്തുള്ള ഇടിമുഴക്കത്താലും സംക്ഷോഭിച്ചു കൊണ്ടിരുന്നു എന്ന് പറയണം. സാന്ദ്രനീലാംബുദേർവ്യോമ സവിദ്യുസ്തനയിത്നുഭി അസ്പഷ്ടജ്യോതിരാച്ഛന്നം ബ്രഹ്മേവ സഗുണം ബഭൗ. മിന്നലും ഇടിയുമുള്ള ആ സാന്ദ്ര നീലമേഘങ്ങളാൽ മറയ്ക്കപ്പെട്ടും അസ്പഷ്ടമായ സൂര്യചന്ദ്രപ്രകാശത്തോടു കൂടിയും ഇരിക്കുന്ന ആകാശം സഗുണ ബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണനെ പോലെ ശോഭിച്ചു. ശരിക്കും ഞങ്ങൾ ചില സമയത്ത് സൂര്യചന്ദ്രന്മാരെ ശരിക്കും കാണാൻ പറ്റില്ല അല്ലെ? അത് മേഘങ്ങൾ കൊണ്ട് മറയുമ്പോൾ അതുപോലെയാണെന്ന് ആ ബ്രഹ്മസ്വരൂപം. ചില സമയത്ത് നന്നായിട്ട് കാണാം, ചില സമയത്ത് കാണാൻ പറ്റില്ല. ശ്രീകൃഷ്ണ ഭഗവാന് ആ ബ്രഹ്മസ്വരൂപമായിട്ട് തന്നെ ഇരിക്കും. മേഘത്തെ തമോ ഗുണത്തോടും മിന്നലിനെ സത്വഗുണത്തോടും ഇടിമുഴക്കത്തെ രജോ ഗുണത്തോടും ഉപമിച്ചിരിക്കുകയാണ്. ഈ 3 ഗുണങ്ങൾ ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മത്തിൽ വ്യാപിച്ചപ്പോൾ ആ സ്വരൂപശോഭ അസ്പഷ്ടമായിട്ട് ഭവിച്ചു, സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കാണ്ടേ. ശോഭയുടെ സ്ഥാനത്തിലാരാ? സൂര്യചന്ദ്രന്മാര്. ആകാശം ശ്രീകൃഷ്ണനെയും ശ്യാമള നിറമുള്ള മേഘം ശ്രീകൃഷ്ണന്റെ നീല നിറത്തെയും മിന്നല് ശ്രീകൃഷ്ണൻ ധരിച്ചിരിക്കുന്ന മഞ്ഞപ്പട്ടിനെയും ഇടിമുഴക്കം വേണുഗാനത്തെയും സൂചിപ്പിക്കുന്നു. ഈ വേഷത്തോടുകൂടി ഗോകുലത്തിൽ സ്വരൂപം മറച്ചുകൊണ്ട് കളിക്കുന്ന പരബ്രഹ്മം ശ്രീകൃഷ്ണൻ സർവവ്യാപകമായ ആകാശത്തിൽ മേഘാദികൾ വ്യാപിച്ചിരിക്കുന്നു എങ്കിലും
ആകാശത്തിന്റെ നൈർമല്യാദി ഗുണത്തിന് പരമാർത്ഥത്തിൽ യാതൊരു ഹാനിയുമില്ല. മേഘത്തോട് സംബന്ധവും ആകാശത്തിനില്ല. അതുപോലെ ഈ അവതാരം നിമിത്തം ബ്രഹ്മത്തിന്റെ സർവവ്യാപകത്വാദി ഗുണങ്ങൾക്ക് യാതൊരു ഹാനിയും ഇല്ലെന്ന് ധരിച്ച് ശ്രീകൃഷ്ണനെ ആകാശം പോലെ കരുതി ഉപാസിക്കേണ്ടതാണെന്ന്, അതാണ് ഇതിന്റെ അർത്ഥസാരം. അതുകൊണ്ട് ഈ ഉപമയ്ക്ക് ആദേയോ ഉപമ എന്ന് പേര് പറയുന്നു. അഷ്ടൗ മാസാൻ നിപീതം യത് ഭൂമ്യാശ്ചോദമയം വസു സുഗോഭിർമോക്തുമാരേഭേ പർജന്യകാലാഗതേ. വൃശ്ചികം മുതൽ മിഥുനം വരെയുള്ള 8 മാസക്കാലം സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്ന് ആ വെള്ളത്തെ അങ്ങനെ ആകർഷിച്ച് കൊണ്ടുപോകും അല്ലെ. നീരാവിയായിട്ട് ആ മുകളിൽ പോയിട്ട് അതാണ് മഴയായിട്ട് പെയ്യണമെന്ന് പറയണ്ടല്ലോ, അതാണ് പറയണത്. ഇപ്പോ വർഷകാലം വന്നപ്പോ താൻ സ്വീകരിച്ച ജലത്തെ ഭൂമിക്ക് തന്നെ വിട്ടുകൊടുക്കാൻ ആരംഭിച്ചു. ഇതുപോലെയാണ് രാജാക്കന്മാരും പ്രവർത്തിക്കേണ്ടതെന്ന്. രാജ്യത്തിൽ നിന്ന് സുഭിക്ഷമായ കാലത്തിൽ നികുതി മുതലായവ പിരിച്ച് രാജാവ് കൈവശം വയ്ക്കുകയും ദുർഭിക്ഷം മുതലായിട്ടുള്ള അങ്ങനെയുള്ള അവസരങ്ങള് ക്ഷാമകാലം വരുമ്പോ ആ ധനം പ്രജകൾക്ക് വേണ്ടി ചെലവ് ചെയ്യുകയും വേണം എന്ന് സൂര്യൻ പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.